എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ആ എപ്പിസോഡ് അത് വരാൻ താമസിച്ചത് ശനിയാഴ്ച രാവിലെ എടുത്തു വന്ന അതിൻ്റെ സബ്ടൈറ്റിൽ വളരെ മോശമായിരുന്നു. വൈകുന്നേരമാണ് പിന്നെ എടുത്തത്. ആൾറെഡി സൺഡേ ഒരെണ്ണ വീഡിയോ എഡിറ്റ് ചെയ്യുമായിരുന്നു, അതുകൊണ്ടാണ് ഇടാനും കഴിയായിരുന്നത്. അതാണ് ഇത്ര ഡിലേ ആയിപ്പോയത്. ഓക്കെ, അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് സോർലാൻഡ് 2 എന്ന ആനിമയുടെ 28ാമത്തെ എപ്പിസോഡാണ്. ഓക്കെ, അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ കൈട്ടു തൻ്റെ കാനോൺ അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അത് കണ്ട് മായാണെങ്കിൽ ഇത് സ്ട്രോങ്ങസ്റ്റ് അറ്റാക്ക് സോൾ ഗൈഡിങ് ആണ്, ഇത് അവൻ ഉണ്ടാക്കിയെടുത്തു. അടുത്തുള്ള അവനാണെങ്കിൽ ഇത് ഉപയോഗിച്ച് ഒരു സോൾ കിങ് ലെവലുള്ളവരെ വീഴ്ത്താൻ കഴിയും, എന്നാൽ അതിന് ടൈം എടുക്കും. ഈ സമയത്ത് അവരുടെ അറ്റാക്കും തുടങ്ങിയിരുന്നു. സോൾ കിങ് ലെവലുള്ളവൻ ആരോ അത് നേരെ വിടുന്നു, എന്നാൽ അത് ശൗശവ് തടയുന്നു. അപ്പോഴേക്ക് സൈഡിൽ കൂടി അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുത്തി അവനെയും മറ്റൊരു ഫർണൈസ് ഉപയോഗിച്ച് തടയുകയാണ്. ഈ സമയം പെട്ടെന്ന് തന്നെ അത് ഫുൾ പവറിലേക്ക് ആക്കാനായിട്ട് നോക്കുന്ന കൈട്ടു. എന്നാൽ അവനൊരു സോൾ കിങ് ലെവലുള്ളവന് മറ്റവൻ ഒരു സോൾ സ്പിരിറ്റ് ലെവലുള്ളവനായതുകൊണ്ട് തന്നെ സോൾ മാസ്റ്റർ ലെവലുള്ള ശൗശവിന് അത് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരുപാട് പവേഴ്സ് ഉപയോഗിക്കുന്നു. അവൾ എനിക്ക് കുഴപ്പമില്ല എന്നോട് പറയുന്നുണ്ട്. ആരവിടുന്ന് പിന്നെ സ്ട്രോങ് ആയ ഒരു അറ്റാക്ക്. അപ്പോൾ അവൾ തിരിച്ച് ഒരു സോൾ സ്കിൽ ഉപയോഗിക്കുന്നുണ്ട്, മറ്റേ കരടിയാകണം. അതും കൂടി ആയപ്പോൾ അവൾ ഒരുപാട് പാടുപെട്ടു. അതുകൊണ്ട് കൈട്ടു ആണെങ്കിൽ മുഴുവൻ സോൾ പവർ അത് ഓൾറെഡി എടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ സോൾ പവർ കൂട്ടുന്ന സ്കില്ല് അതും കൂടി ചെയ്ത് ഫുൾ പവർ ആക്കി എടുത്തു കഴിഞ്ഞ് ആ ടൈം അതിനെ താങ്ങാനാവാതെ അവൾ തെറിച്ച് മയങ്ങി വീഴുവാണ്. ആൾറെഡി കലപ്പായക്കായിട്ട് ഇതും കൂടി കണ്ടപ്പോൾ സോൾ ഗൈഡിങ് ഉപയോഗിക്കുന്നു. ഒരു ഭീമാകരമായ ഗോളം ആരെ വെച്ച് തടയാൻ നോക്കിയെന്നാൽ അതിലൊന്നും നിന്നില്ല. അത് നേരെ അവൻ്റെ അടുത്ത് പോയി പൊട്ടിത്തെറിച്ചു. ആരപ്പെട്ടവൻ തെറിച്ച് പുറത്തു പോയി. അതുപോലെ തന്നെ മറ്റവൻ സൈഡിലായതുകൊണ്ട് തന്നെ അറ്റത്ത് പോയി നിന്നു. എന്നാൽ മുഴുവൻ സോൾ പവർ കൂടി എടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ സോൾ സ്കില്ലോടി ഉപയോഗിച്ചതുകൊണ്ട് തന്നെ താങ്ങാനാവാതെ മയങ്ങി വീഴുവാണ്. ഒരുത്തൻ അവരുടെ ടീമിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർ ജയിക്കുകയും ചെയ്തു. ശ്രക്ക് അങ്ങനെ തോൽവി ആകുകയും ചെയ്തു. ടീംസ് അവരെ എടുക്കാനായിട്ട് വരുന്നുണ്ട്. കായിട്ട് കണ്ണു തുറക്കുമ്പോൾ ശൗശവും മയങ്ങി കിടക്കുകയാണല്ലോ. എന്നോട് ക്ഷമി, ഇനി ഒരിക്കലും ഈ അവസ്ഥ വരത്തില്ല എന്ന് പറയുമ്പോഴും അവൾക്ക് കുഴപ്പമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അവളെ എടുത്തുകൊണ്ട് പോകാൻ നോക്കി എന്നാൽ വീഴുകയും ചെയ്തു. ഷോയി അത് കണ്ടിട്ട് അവരവരുടെ മാക്സിമം നോക്കി എന്ന് മനസ്സിലെ വിചാരിക്കണം. എന്നിട്ട് യുഹാവോ വാങ്ങിട്ടുള്ള ബേബി അവരുടെ അടുത്ത മാച്ച് അത് ചെയ്യാനായിട്ടും വിട്ട് അവരുടെ ഓപ്പോണന്റ് ആയിട്ട് യാണർ യൂഷിങ് ഈ സമയം മറ്റേ ഗാർഡിയൻ എന്ന് പറഞ്ഞ ഗ്രാൻഡ് സോളിന്റെ മാസ്റ്റർ ആളെ വിളിച്ചു വരുത്തി. എംപറർ യുഹാവോനെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് അത് കണ്ടുപിടിക്കാനായിട്ടാണ് പറയുന്നത്. ഈ സമയം അവരുടെ മാച്ചും തുടങ്ങി. അധികം നേരം അവർക്കത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ആദ്യമൊക്കെ മാറി പോകാൻ നോക്കിയെങ്കിലും യൂഷിങ് ഒറ്റയ്ക്ക് തന്നെ 3 പേരെ അറ്റാക്ക് ചെയ്യുന്നത് കാണാം. കാരണം ഏകദേശം 58 ലെവലുള്ള ഒരു സോൾ കിങ് ലെവലാണല്ലോ. അവരെങ്കിലും തിരികെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. യൂഷിങ്ങിന്റെ ലീഫ് അതുപോലെ ഉള്ളത് അത് പൊട്ടിത്തെറിക്കുന്നതാണ്. അങ്ങനെ നിൽക്കുകയാണ് കായിന്റെ മാർഷൽസുകൾ. അതൊരു സൗണ്ട് വൈബ്രേഷൻ പോലെ അതിനുള്ളിൽ സ്റ്റക്കായ ബേബി ഒക്കെ നിൽക്കുമ്പോൾ അത് കണ്ടിട്ട് സ്പിരിറ്റ് അറ്റാക്ക് കൊടുത്തു. ആ സമയം തന്നെ ബേബി അറ്റാക്ക് ചെയ്യാൻ പോയി. എന്നാൽ അവിടെ ഈ ലീഫ് യുഹാബോ കിട്ടൺ വെപ്പൺസ് ഒക്കെ ഉപയോഗിച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് വിടുമ്പോൾ മാറി പോവുകയാണ്. ആ ലീഫ് അത് സോൾ പവർ ഉപയോഗിച്ച് എക്സ്പ്ലോഷൻ പോലെ ആക്കുന്നതാണ് എന്നത് മനസ്സിലായി. എങ്കിലും കായിനെ അടിക്കാനായിട്ട് ചെല്ലുന്നു. എതിർക്കാനായിട്ട് യാണറും ഉണ്ടായിരുന്നു അറ്റാക്ക്. അവളെ ബേബി ഹോൾഡ് ചെയ്യുന്ന സമയം സൈഡിൽ കൂടി യുഹാബോ വാങ്ങിട്ടും പോയി. എന്നാൽ അവരെ തടയാനായിട്ട് യൂഷിങ് അവരിൽ നിന്നും സ്കിപ്പായിട്ട് യുഹാബോ അവരെ തൊട്ട് പിറകെ ലീഫ് വന്നപ്പോഴാണ് സംഭവം. അത് പാരലൈസ് ഡിവൈസ് അതൊരു പ്രൊജക്ഷൻ ആയിരുന്നു. യുഹാബോ യൂഷിങ്ങിന് നേരെ ആ പാരലൈസ് ഉപയോഗിക്കുന്നു. സോൾ കിങ് ലെവലിലുള്ളവരെ വരെ അത് ഉപയോഗിക്കാൻ കഴിയുമല്ലോ. മറ്റവന്റെ അടുത്തേക്ക് ആ ലീഫ് ഒന്ന് പൊട്ടിത്തെറിച്ചു. അവന്റെ ബോധം പോയി. യൂഷിങ്ങിനെ 3 പേർ വളയുന്ന ഒരു അവസ്ഥയിലെത്തി. കാരണം ആ പാരലൈസ് അത് അവനെ ബാധിച്ചിരുന്നു. അങ്ങനെ അവൻ വീഴുകയാണ്. എന്നാൽ അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് യാണർ അവളൊരു സോൾ സ്കിൽ ഉപയോഗിക്കുന്നു. ഒരുപാട് ഗോളം അത് എതിർക്കാനായിട്ട് ബേബി ഒരു സോൾ സ്കിൽ ഉപയോഗിക്കുന്നു. ലൈറ്റനിങ് ആണല്ലോ, അതിൽ തട്ടി എല്ലാം ഇല്ലാതാകുകയാണ്. ഈ സമയം വാങ്ടോങ് യുഹാവും കൂടി ചേർന്ന് അവളെ അടിച്ചു തെറിപ്പിക്കുന്ന രീതിയിൽ അരീനയുടെ വെളിയിലേക്ക് പോകുന്ന സമയം ഞാൻ പോവുകയാണെങ്കിൽ നിങ്ങളും വരും എന്ന പോലെ ഒരു സോൾ സ്കിൽ ഉപയോഗിച്ച് അവരെ 3 വരെ ആ ഒരു ബോക്സ് പോലെയുള്ള അതിനുള്ളിലേക്ക് ഇന്ന് തിങ്കളാഴ്ച അടുത്ത ആഴ്ച നോക്കാം എന്ന പോലെ യുഹാവ ഐസംപ്രസിന്റെ ഒരു പവർ ഒറ്റ സെക്കൻഡിൽ ഫ്രീസാക്കിയിട്ട് അവളെ തെറിപ്പിച്ചു കൊണ്ടിരുന്നു. അവളെ ഫ്രീസാക്കി താഴെ ഇട്ടു. അവൾ അങ്ങനെ ഔട്ടായി. യുഹാവയുടെ സോൾ പവർ കുറെ പോയതുകൊണ്ട് തന്നെ ഒരു ബോട്ടിൽ അത് കൊടുക്കുന്നുണ്ട്. അതാ മറ്റേ ഓഡീഷൻ ഹൗസിൽ ഷൂയി വാങ്ങിച്ച അത് തന്നെയാണ്. അത് ഉപയോഗിച്ച് സോൾ പവർ അത് റീജനറേറ്റ് ആകും. യൂഷിങ് മാത്രം 3 പേരെ എതിർക്കാൻ അവനിനി എൻ്റെ മുഴുവൻ സോൾ പവർ ഉപയോഗിച്ച് കാണിക്കുക എന്ന് പറഞ്ഞ് ഒരു സോൾ സ്കില്ല് അതിൻ്റെ പവർ ആകട്ടെ ആരീനെ തന്നെ വിറപ്പിച്ച് ഒരു വലിയ ചുഴലിക്കാറ്റുണ്ടായതുപോലെ അതിൽ തെറിച്ചു പോകാൻ നിൽക്കുന്ന യുഹാവ വാങ്ങിട്ടങ്ങനെ കഷ്ടപ്പെട്ട് പിടിച്ച് എന്തൊരു സ്കില്ല് ഉപയോഗിച്ച് എറുത്തുപോലെ നിർത്തി. എംപറർ ആണെങ്കിൽ യൂഷിങ്ങിനെ സോൾ കിങ് ലെവലിൽ ബെസ്റ്റ് ആയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് പൊക്കുന്നുമുണ്ട്. എൻ്റെ നോർമൽ അറ്റാക്കിൻ്റെ ലിമിറ്റ് നീ കഴിപ്പിച്ചു ഇന്ന് പറഞ്ഞിട്ട് ഒരു സോൾ സ്കില്ല് അത് ചെയ്യാനായിട്ട് ഇറങ്ങി. ഒരു സോൾ സ്കില്ലല്ല, ഒരു സ്കില്ല്. അവൻ്റെ ബ്ലൂ ലൈറ്റനിങ് ഡ്രാഗണാണ്. എങ്കിൽ പെട്ടെന്നാണ് അതിൻ്റെ കളർ മാറി ഒരു ഗോൾഡൻ കളറിലേക്ക് ആകാനായിട്ട് തുടങ്ങിയത്. അതായത് ആ ഡ്രാഗന്റെ പേരാണ് ഗോൾഡൻ ഹോളി ഡ്രാഗൺ. അതുകൊണ്ട് എല്ലാവർക്കും അതിശയം. കാരണം ആൾറെഡി ഒരു ഏൻഷ്യൻ്റ് ഡ്രാഗണാണ് ബ്ലൂ ലൈറ്റനിങ്.
അതിൻ്റെ പ്യുവർ ആയിട്ടുള്ള ഡ്രാഗണാണ് ഹോളി ഡ്രാഗൺ. അതുമല്ല മാസ്റ്റർ ഡിന്നറിലൊന്ന് കൂടിച്ചേർന്നുണ്ടാകുന്ന മാർഷൽ സോഡ് ഫ്യൂഷൻ സ്കില്ല് ആ ഗോൾഡൻ ട്രയാങ്കിള് അതിൽ അതേ ഡ്രാഗൺ തന്നെയാണ് ഒറ്റയ്ക്ക് ബേബി എടുത്ത്. അതിന് കാരണം ഞാൻ അവസാനം പറയാം. അവൻ ആ സ്കില്ല് അതിൻ്റെ ഹോളി ഡ്രാഗൺ ഡൊമൈൻ അതെടുക്കുകയാണ്. ആ സമയം ആരാണ് ബെസ്റ്റ് എന്ന് നോക്കാം എന്ന പോലെ വരുന്നു പ്രതിരോധിക്കാനായിട്ട് ബേബി. രണ്ടുപേരും കൂടി വലിയ ഒരു പവർ എന്തോ ഒന്ന് അതുണ്ടാക്കി അവിടെ എടുത്ത്. യോശിക്കിന് നല്ല ആത്മവിശ്വാസം ഉണ്ടല്ലേ, അവർ കൂടുതലാണല്ലോ, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ചാൻസ് ഉപയോഗിക്കുക, എന്നെ നോക്കണ്ട എന്ന് വാങ്ടോങ് യോഹവനോട് പറയുമ്പോൾ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് യാൻവാങ് ലൈറ്ററോട് അത് ഉപയോഗിച്ച് അറിയാലോ ഗോൾഡൻ സ്റ്റാച്ചു പോലെ ആക്കുന്നത് അത് ഉപയോഗിച്ച് അങ്ങനെ രണ്ടുപേരെയും അതാക്കിയെടുത്തു. യോശിങ്ങിന് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ സമാധാനമായി അവർ ജയിച്ചെന്ന് ഓർത്ത്. എന്നാൽ അപ്പോഴാണ് യൂഷിങ്ങിൻ്റെ ബോഡി അത് പൊട്ടാനായിട്ട് തുടങ്ങുന്നത്. കാരണം മാർഷൽ സോഡ് ഫ്യൂഷൻ സ്കില്ലിന് ഒരു ലിമിറ്റ് ഉണ്ട്. ലെവൽ കൂടുമ്പോൾ അതിനനുസരിച്ച് മാർഷൽ സോഡ് ഫ്യൂഷൻ സ്കില്ല് കൂടുമല്ലോ. എന്നാൽ ഇവരുടെ ഇപ്പോഴത്തെ കൾട്ടിവേഷൻ വെച്ച് അത് കഴിഞ്ഞില്ല. ആ പുറത്തു വരികയാണെങ്കിൽ ജയിക്കാൻ കഴിയില്ല എന്നറിവുന്നതുകൊണ്ട് തന്നെ യുഹാബ് ഒരു കാര്യം തീരുമാനിച്ചു. എന്നാൽ ഈ ഒരു കാര്യം വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും എന്നവൻ അറിഞ്ഞില്ല. അത് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാകും. അത് ഉപയോഗിക്കുമ്പോൾ അത് ബോഡിക്ക് നല്ല പരിക്കുപറ്റുക എന്ന് ബിങ് പറയുന്നുണ്ട്. എന്നാൽ ബൈബിയുടെ എഫേർട്ട് അത് കളയാൻ കഴിയില്ല എന്നതുപോലെയാണ് യുഹാവ് പറയുന്നത്. സോൾബോണിലെ ഡൊമൈൻ സ്കില്ല് അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ എക്സ്ട്രീം ഓറ അതൊരു ഗ്രാൻഡ് സോളന്റ് മാസ്റ്ററായ ആ ഗാർഡിയന് ഇതൊരു ഹ്യൂമൻ്റെ അല്ല എന്നത് മനസ്സിലായി. അവൻ ആ സ്കില്ല് ഉപയോഗിക്കുന്ന ഫുള്ള് ഫ്രീസാക്കി. എന്നിട്ട് നേരെ ഫ്രീസിങ് ചെയ്ത് കാര്യം അത് ഉപയോഗിച്ച് വരുന്നു. അവനെ പിടിച്ച് താഴേക്ക് അവൻ്റെ ലെവലിൽ പറ്റില്ല എന്നാൽ പിന്നെ വളരെ വലിയ ഫോഴ്സ് കൊടുത്തിട്ട് പുഷ് ചെയ്ത് അരീനയുടെ പുറത്ത് ഇട്ടു. അതായിരുന്നു പ്ലാൻ. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഔട്ടാവുകയും ചെയ്തു. യോഷിങ്ങണയ്ക്ക് കലിപ്പ്. യുഹാബിൻ്റെ ബോധം പോയി എങ്കിലും ഷോയ് വന്ന് റിക്കവർ ആക്കുന്നുണ്ട്. ആ ഗാർഡിയൻ എപ്പോഴും പറയുന്നുണ്ട്, നീ അങ്ങനെ എത്ര പെട്ടെന്ന് എളുപ്പത്തിൽ ഇവിടെ നിന്ന് പോയില്ല എന്ന പോലെ. ഇതോടെ സ്ട്രക്ക് ജയിച്ചു എന്നത് മനസ്സിലായി. ഒരു ആശ്വാസം. എന്നാൽ പെട്ടെന്നാണ് ഒരു മണിയുടെ കിലുക്കം. ഷോയ് സൂക്ഷിക്ക് എന്ന് പറയുന്ന സമയത്ത് തന്നെ അവൾ അറ്റാക്ക്. അത് കൈയായിരുന്നു. ഒരു സോൾ സ്കിൽ ഉപയോഗിക്കുന്ന ആ ബെല്ല് അത് സൗണ്ട് വൈബ്രേഷൻ ആണല്ലോ. അതിൽ സ്റ്റക്കായി നിൽക്കുമ്പോൾ മാർഷൽ സോഡ് ഫ്യൂഷൻ സ്കില്ല് അത് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ സോൾ പവർ തീർന്നു. ഇനി നിനക്കൊരു സോൾ സ്കിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ നിലയ്ക്കാണ് ആര് പറഞ്ഞു എന്ന രീതിയിൽ വാങ്ടോങ്. ഇപ്പോഴാണ് വാങ്ടോങ് തന്റെ രണ്ടാമത്തെ മാർഷൽ സോഡ് അതെടുക്കുന്നത്. വേൾഡിലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് മാർഷൽ സോളായ ഹോത്യൻ ഹാമർ. അതുകൊണ്ട് ഇന്ത്യ ആൾക്കാർ ഷോക്കായി. 10,000 വർഷത്തിന് ശേഷം ഒരു ഏൻഷ്യന്റ് ക്ലാനിലെ അത് വേൾഡിലെ ബെസ്റ്റ് മാർഷൽ സോള് അത് പിന്നും വരുന്നത് കണ്ട് എല്ലാവർക്കും അതിശയമാണ്. അവൻ ആ പവർ തന്നെ തെറിച്ചുപോയി. വാങ്ടോങ് ആ മാർഷൽ സോള് മുകളിലേക്ക് എറിഞ്ഞിട്ടൊരു വരവുണ്ട്. അതിനോട് പറയുന്നുണ്ട് ഹോത്യൻ ശക്തി തിരിച്ചു വരാൻ പോകുന്നു. എല്ലാവരും ആ ഹോത്യൻ ഹാമർ അതിന്റെ അതിശയത്തിൽ നിൽക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഈ സമയത്ത് ഒരു അടിപൊളി ബീച്ചുണ്ട്. ആ നൊസ്റ്റാൾജിക്ക് ബീച്ചും അതുപോലെ തന്നെ എർമിങ്ങും ഡാമിങ്ങിനെയും അന്ന് ഒരു നിഴല് പോലെ അവിടെ കാണിക്കുന്നുണ്ട്. അവരവിടെ വന്നു എന്നല്ല അത് ഓർക്കുക. വാങ്ടോങ് നേരെ വന്നിട്ട് ഒറ്റയടി അതിൻ്റെ പവർ ആ അരീനെ തന്നെ വിറപ്പിച്ചു. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ ആ ബൈബൈൻ്റെ ഗോൾഡൻ ഹോളി ഡ്രാഗൺ അതെങ്ങനെ വന്നു? അതിന് കാരണം ബൈബൈയുടെ സെക്കൻഡ് അവേക്കണിങ് ആകുമ്പോഴാണ് ഈ ഒരു ഡ്രാഗൺ വരുന്നത്. എന്നാൽ എന്തൊരു കാരണത്താൽ ഇപ്പോൾ അത് യൂസ് ചെയ്യാൻ കഴിഞ്ഞു. എല്ലാവർക്കും സെക്കൻഡ് അവേക്കണിങ് കാണില്ല. സോൾലാൻഡിൽ തന്നെ ടാങ്സിന് ട്രൂ ബ്ലൂ സിൽവർ എംബറർ ആയതുപോലെ സെക്കൻഡ് അവേക്കണിങ്ങിനായിരുന്നല്ലോ ആയത്. അതുപോലെ തന്നെ ആകണം യൂസ് ആൻഡ് ചെയ്യും. കഴിഞ്ഞ എപ്പിസോഡിൽ റിച്വൽ എന്ന് പറയുന്നുണ്ടല്ലോ, അത് അവരുടെ ക്ലാൻ ചെയ്യുന്ന ഒരു രീതിയാകണം. ടാങ്സിന്റെ ചെയ്തതുപോലെ. അതുപോലെ തന്നെ ഫാറ്റിയുടെ സെക്കൻഡ് അവേക്കണിങ് അതുപോലും 2 വ്യത്യസ്ത രീതിയിലായിരുന്നല്ലോ. അതുപോലെ ആകണം. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആകെ. ഇതെൻ്റെ ഒരു തിയറിയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.